50 കോടിക്ക് മുകളിൽ വരുമ്പോൾ നേരിട്ട് KSIDC നേരത്തെ 7 സെക്ടറായിട്ട് തിരിക്കും. അതിന്റെ ഈ നിർവഹണത്തിന്റെ നോഡൽ ഓഫീസറായിട്ട് KSIDCയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹരികൃഷ്ണൻ അയ്യർ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഇതിന്റെ ഈ KSIDCയുടെ കീഴിൽ വരുന്ന പ്രവർത്തനങ്ങളുടെ ഏകോപനം ഉണ്ടാവും. എന്നാൽ 7 സെക്ടറിന് മാനേജർമാരുടെ കീഴിൽ 7 ഗ്രൂപ്പുകൾ ഇംപ്ലിമെന്റേഷന് വേണ്ടി 7 ഗ്രൂപ്പുകൾ രൂപീകരിക്കും. ആ 7 ഗ്രൂപ്പുകൾ ഉപയോഗിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ നമ്മൾ മേഖല തിരിച്ച് 12 വിദഗ്ധരെ എക്സ്പെർട്സുകളെ നിയോഗിക്കും. അപ്പോൾ ഈ 50 കോടിക്ക് താഴെയുള്ളത് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് മീർ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടീം, 50 കോടിക്ക് മുകളിലുള്ളത് KSIDCയിൽ ഹരികൃഷ്ണൻ നോഡൽ ഓഫീസറായിട്ട് 7 പ്രത്യേക വകുപ്പുകൾ, പ്രത്യേക ടീം. പ്രത്യേക ടീം പ്രവർത്തിക്കും. 12 വിദഗ്ധരുണ്ടാവും. അപ്പൊ ചിലപ്പോ ഒരു ടീമിൽ ഒന്നിലധികം ഉണ്ടായിരുന്നില്ല. അത് ഓരോ ടീമിന്റെയും കീഴിൽ വരുന്ന സെക്ടർ, ഓരോ സെക്ടറിന്റെയും കീഴിൽ എത്ര പ്രൊജക്ടുകൾ പ്രൊപ്പോസലുകൾ വരുന്നു എന്നതിനെ കണക്കാക്കിക്കൊണ്ടായിരിക്കും എത്ര വിദഗ്ധർ വേണ്ടിവരും. 12 പേര് നമ്മൾ അവരിലേക്ക് നിയോഗിക്കും. ആ 12 പേര് അവരുടെ തന്നെ വൈദഗ്ധ്യം അനുസരിച്ചും ആ മേഖലയിൽ വരുന്ന പ്രൊപ്പോസലുകളുടെ എണ്ണത്തെ അനുസരിച്ചായിരിക്കും ക്രമീകരിക്കുക. ഇവര് പ്രത്യേകം ഒരു ഡാഷ്ബോർഡിലായിരിക്കും. ആ ഡാഷ്ബോർഡിൽ കഴിയാവുന്നിടത്തോളം വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് നൽകും. ഇനിയിപ്പോ നിങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി വിവരങ്ങൾ നമുക്ക് സാധ്യമാകുന്ന, കമ്പനികൾ കൂടി അംഗീകരിക്കുന്ന സാധ്യമാകുന്ന വിവരങ്ങൾ നമുക്ക് ഡാഷ്ബോർഡിൽ നൽകാനായിട്ട് കഴിയും. പിന്നെ നേരത്തെ തന്നെ ഈ IKGS മന്ത്രിസഭ കൂടി ചർച്ച ചെയ്ത് അംഗീകരിച്ചതാണ്. അപ്പോ അതിൽ ക്യാബിനറ്റിൽ തീരുമാനിച്ചിട്ടുണ്ട് ഈ പ്രൊജക്ടുകളുടെ അനുമതികൾ വേഗത്തിൽ ലഭ്യമാക്കാൻ ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ സെക്രട്ടറി തല കമ്മിറ്റി ഉണ്ടാവും. അത് ക്യാബിനറ്റിന് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. ആ കമ്മിറ്റി അനുമതികൾ വേഗത്തിൽ നൽകുന്നതിന് വേണ്ടി ആവശ്യമായ നിക്ഷേപ സംഗമം നേട്ടമെന്നാണ് വ്യവസായ മന്ത്രി പറഞ്ഞത്. ഓരോ വ്യവസായങ്ങളും ഓരോ കമ്പനികളും എത്രത്തോളം വലിയ തുകയുടെ നിക്ഷേപമാണ് സംസ്ഥാനത്ത് നടത്താൻ പോകുന്നതെന്ന കണക്ക് കൂടി അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. ഏകദേശം 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപങ്ങളാണ് ഈ ഒരു നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഓരോ കമ്പനികൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്.